ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രീ-KG, LKG അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക. വിഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് കൈത്താങ്ങായി സമഗ്ര ശിക്ഷ കേരളം. പഴയന്നൂർ BRCയുടെ നേതൃത്വത്തിൽ വൈദ്യപരിശോധനാ ക്യാമ്പും ഉപകരണ വിതരണവും സംഘടിപ്പിച്ചു. സമഗ്ര ശിക്ഷ കേരളം പഴയന്നൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ വിഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള സൗജന്യ വൈദ്യപരിശോധനാ ക്യാമ്പും ഉപകരണ വിതരണവും സംഘടിപ്പിച്ചു. ചേലക്കരയിലെ BRC ഹാളിൽ വെച്ച് നടന്ന ഈ പരിപാടി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കുട്ടി ചെറിയ ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അതിന്റെ ഭാഗമായി ആ കുടുംബമാകെയാണ് കുട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അത്തരം കുടുംബങ്ങളെ ആകെ ചേർത്തു പിടിക്കാൻ ആവശ്യമായ നിലപാടാണ് സർക്കാരും SSKയും നടത്തിവരുന്നത്. കൂട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ കാര്യത്തിൽ അവരുടേതായിട്ടുള്ള പങ്ക് നിർവഹിച്ച് പോരുന്നത്. സർക്കാർ തന്നെ അതിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാദേശികമായ താല്പര്യങ്ങൾക്കനുസൃതമായി ഭിന്നമായ ശേഷിയുള്ള കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു. ഇതിൽ വളരെ പ്രധാനമായി നാം കാണേണ്ട ഒരു കാര്യം, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S ഷലീൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്കുള്ള സമഗ്രമായ വൈദ്യപരിശോധനാ ക്യാമ്പിന് ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അഭിജിത്ത് നന്ദനൻ നേതൃത്വം നൽകി. പഴയന്നൂർ BRCയിലെ VPCK പ്രമോദ്, ട്രെയിനർ VV ചാന്ദിനി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ M സരിത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വൈദ്യസഹായം, പഠനോപകരണങ്ങളും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് BRC ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തുന്ന അമ്മമാരുടെ പ്രധാന ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവരുടെ മാനസിക സമ്മർദ്ദം അവരെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവരുടെ കാര്യം ആര് നോക്കുമെന്ന് ഒരു പൊടി കണ്ണ് നീര് വരാതെ ഒരു അമ്മയും പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടു കൂടി നോക്കുന്ന അമ്മമാരെയും മാതാപിതാക്കളെയാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജനപ്രതിനിധിയായതിനു ശേഷം കണ്ടിട്ടുള്ളൂ. ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവുമ്പോൾ തന്നെ ഇല്ലാതാക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിൽ തറക്കുന്നു. പക്ഷെ ഇപ്പൊ കുറഞ്ഞു. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ അമ്മമാർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, കുട്ടി ജനിച്ച് ഒന്ന് നടക്കുന്ന സമയം മുതൽ തന്നെ കൃത്യമായ പരിചരണം ലഭിച്ചാൽ, തെറാപ്പികളാകട്ടെ വിവിധ പരിചരണങ്ങളാകട്ടെ, ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പകൽ വീട്ടിൽ. പക്ഷെ അത് മഴക്കാലം പ്രളയമൊക്കെ കുറച്ച് തടസ്സപ്പെട്ടു. അത് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായ കാര്യമാണ് ഈ തെറാപ്പി എന്ന് നമുക്ക് മനസ്സിലായി. നമുക്കറിയാം, സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്ന ഒരു മനുഷ്യരുണ്ടെങ്കിൽ കൃത്യമായ തെറാപ്പിയിലൂടെ മരുന്നിനേക്കാൾ കൂടുതൽ പെട്ടെന്നാണ് അവരുടെ രൂപം പഴയ രൂപത്തിലാകുന്നതും നടക്കാൻ കഴിയുന്നതും. തെറാപ്പിയുടെ ഗുണം എന്നുള്ളതല്ല. അപ്പൊ ആ ഒരു പ്രവർത്തനം വരുന്ന സാമ്പത്തിക വർഷത്തിൽ പുതിയ ഭരണസമിതി ഏറ്റെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. CCV ന്യൂസ് ചേലക്കര.